ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെറ്റൽ പാൻറ്റൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ക്യാൻവാസിലാണ് ഈ ഒരു നെക്ക് കട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് ഇതുപോലെ രണ്ട് ഫോൾഡാക്കി മടക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുത്ത് ഈ ഒരു ക്യാൻവാസിൽ വെച്ച് അതേ അളവിൽ തന്നെ വരച്ചെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ ആ ഫോൾഡിങ് വന്നിട്ടുള്ള ഭാഗത്ത് നെക്കിൻ്റെ മിഡിൽ വരുന്ന രീതിക്ക് ഇതേപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു നെക്ക് ഇതിൽ വരച്ചെടുക്കാം. അപ്പോൾ നെക്ക് നമ്മൾ വരച്ചെടുത്തു. ഇനി ഇതേപോലെ 2 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ 1.25 ഇഞ്ചൊക്കെ വീതി കുറച്ച് 1.25 അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അതല്ല വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇനി ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് മുകളിലേക്കൊരു ലൈൻ കൊടുക്കുക. നെക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു മൂലയിൽ ചെറിയൊരു കർവ് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇനി നമ്മൾ ഈ വരച്ച ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇതേപോലെയാണ് ഈ നെക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ ഈ ക്യാൻവാസ് ക്ലോത്തിൽ അയൺ ചെയ്ത് ഒട്ടിക്കാനുണ്ട്. അങ്ങനെ ഈ ഒരു ക്യാൻവാസിന് 2 ക്ലോത്ത് വേണം കേട്ടോ. ഒന്ന് തൊട്ടിക്കാനും ഒന്ന് ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടാനുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മളിനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. കണ്ടല്ലോ, ഞാനിവിടെ ക്യാൻവാസ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 നെക്കിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടത്. അപ്പോൾ അതൊരു യൂണിഫോമിന് വേണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിന് 2 സെറ്റ് നമുക്ക് അടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 പാൻ നെക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചതിൻ്റെ താഴെ ഇതേപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ നോച്ചിട്ട് മറിച്ചിടാം. കണ്ടല്ലോ, നെക്കിൻ്റെ ഈ ഭാഗം ക്യാൻവാസിൻ്റെ ചാരി കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ നോച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം മറിച്ചിടും. അപ്പോൾ ഇനി ഇത് മറിച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് എടുക്കുക. അങ്ങനെ എല്ലാ പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് ക്യാൻവാസിൻ്റെ കുറച്ച് വിട്ടിട്ടായിരുന്നു കട്ട് ചെയ്തത്. അപ്പോൾ രണ്ടാമത് കട്ട് ചെയ്തത് ക്യാൻവാസിൻ്റെ അരികിലൂടെയാണ്. അപ്പം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ കണ്ടല്ലോ, ഒരു നെക്ക് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്യാം. കണ്ടല്ലോ, ഇതേപോലെ അമ്മിളിൽ കണക്കാക്കി വെക്കുക. എന്നിട്ട്
ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, നമുക്കിത് കറക്റ്റായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഇതേപോലെ വെച്ച് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. കണ്ടല്ലോ, ആ ഒരു പീസിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് തൽക്കാലം തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരാം. കണ്ടല്ലോ, ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് സ്പീഡിൽ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത് ചിലർക്ക് കാണാൻ പൂതി ഉണ്ടാവും, ചിലർക്ക് ഇത് അറിയണത് കൊണ്ട് രണ്ടാമത് കാണാൻ വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. ആവശ്യമുള്ളവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2 നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. കണ്ടല്ലോ, ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഷോൾഡറുമായി അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, നല്ല ഭാഗവും ചേർത്ത് വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ നെക്കിന് ചെയ്യുന്നത് പോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടല്ലോ, 2 ഷോൾഡർ നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണേ. അപ്പോൾ ക്രോസ് പീസ് 1.5 ഇഞ്ച് വിഡ്ത്തിലുള്ള ക്രോസ് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്കിതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇതിൻ്റെ ചീത്തവശത്ത് നിന്നും ഈ ഒരു സിബിൻ്റെ ഭാഗത്ത് നിന്നും തുടങ്ങുക. ക്രോസ് പീസ് ഇതേപോലെ 2 ഫോൾഡാക്കി വെച്ചതിന് ശേഷം ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ഇതേപോലെ 1/4 ഇഞ്ച് വിഡ്ത്തിൽ റൗണ്ടിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരും. അപ്പോൾ ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റിച്ചിങ് എങ്ങനെയാണ് അതിനനുസരിച്ചാണ് കസ്റ്റമർ ഉണ്ടാകുക. അപ്പോൾ എനിക്കിവിടെ അത്യാവശ്യം കിട്ടണമൊക്കെ ഉണ്ട്. സീസണാകുമ്പോൾ നല്ല കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം റെഡിമെയ്ഡ് അല്ലേ, എന്നാലും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ താല്പര്യമുള്ളവർ കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മളിവിടെ നെക്കിൽ ചുറ്റിലും ക്രോസ് പീസ് ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിട്ട് പ്രസ്തിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ നല്ല രീതിയിൽ കവർ ചെയ്ത് ഇതേപോലെ ഇതിൻ്റെ എഡ്ജിലൂടെ പ്രസ്തിച്ച് കൊടുക്കുക. നമ്മൾ ആ ക്രോസ് പീസ് 2 മടക്കാക്കില്ല വെച്ചത്. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ആ ഒരു ഫോൾഡിങ്ങുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഇതേപോലെ. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് യൂണിഫോമാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ വീഡിയോ ഇടുന്നതും എനിക്കിവിടെ കസ്റ്റമർ തരുന്ന ഓരോ മെത്തഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പോലെ തന്നെ വീഡിയോ ആക്കി വിടുന്നത് വേറെല്ലോലും ഇതേപോലെ ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും സ്റ്റിച്ചിങ്ങിന് താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ പാൻനെക്ക് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം.
അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. കണ്ടല്ലോ, നല്ല അടിപൊളി വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇത് യൂണിഫോമാണ്. അപ്പോൾ നമുക്ക് നല്ല ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ യൂണിഫോം ആയതുകൊണ്ട് ഇത്ര ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല വേക്കിൽ സിബും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അല്ലേ ഇപ്പോൾ നമ്മൾ വിട്ടത്. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 നെക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.